വ്യക്തമാക്കിയതുപോലെ ഏറ്റവും കൂടുതൽ മദ്യ ഉപഭോഗ സംസ്ഥാനം കേരളമാണ് എന്ന് പറയുന്ന ഈ അവസ്ഥയിൽ ഈ ഒരു സബ്ജക്റ്റ് മുന്നിൽ കണ്ടുകൊണ്ട് ഈ ഒരു സബ്ജക്റ്റ് അവതരിപ്പിച്ച ഇതുകൊണ്ടാണ് ഈ സിനിമയുടെ പ്രസക്തി. എനിക്ക് തോന്നുന്നു പക്ഷേ രഞ്ജിത്തേട്ടൻ്റെ മുൻകാല സിനിമകളിൽ പല നായകന്മാരും മദ്യം ഉപയോഗിക്കുന്ന നായകന്മാരായിരുന്നു. ആ തരത്തിൽ ചിന്തിച്ചാൽ സ്പിരിറ്റ് ഒരു പ്രായച്ചിത്തമാണോ അതോ നായകനെ മോചിപ്പിക്കലാണോ? മുൻപ് ചെയ്തത് അന്ന് ചെയ്യാൻ മനസ്സ് തോന്നിപ്പിച്ച കാര്യങ്ങളാണ്. ഇന്ന് ചെയ്യുന്നത് ഇപ്പോൾ ചെയ്യണമെന്ന് മനസ്സ് തോന്നിപ്പിക്കുന്ന കാര്യമാണ്. അത് അത്രയും സിമ്പിളാണ്. പിന്നെ മുൻകാല സിനിമകളിൽ കഥാപാത്രങ്ങൾ മദ്യപിച്ചിരുന്നു എന്നുള്ളത്, ഇതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത സിനിമകളിലൊന്നും ഒരു കഥാപാത്രവും മദ്യപിക്കില്ല എന്നുള്ള പ്രഖ്യാപനവും ഞാൻ നടത്തില്ല. ഇവിടെ ഇതൊരു ഈ സിനിമ ഒരു തരത്തിലും ഉപദേശ സിനിമയല്ല. അതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ആൽക്കഹോളിസം എന്ന് പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ട ആദ്യത്തെയോ അവസാനത്തെയോ സിനിമയല്ല സ്പിരിറ്റ് തുടർ ചർച്ചകളോ അല്ലെങ്കിൽ തുടർ ചിന്തകളോ ഉണ്ടായി കൂടുതൽ സിനിമകൾ തന്നെ ഉണ്ടാവണമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പം ആ അർത്ഥത്തിൽ ഇപ്പോൾ ഈ ജീവിച്ചിരിക്കുന്ന കാലത്ത് എനിക്ക് ഇങ്ങനൊരു വിഷയം തോന്നുകയും അത് ഞാൻ ഇദ്ദേഹവുമായി സംസാരിക്കുകയും നമുക്കിത് സിനിമയാക്കാമെന്ന് പറയുകയും ചെയ്ത ലളിതമായ ഒരു ചിന്ത മാത്രമാണ് ഇത്. ഞങ്ങൾ രണ്ടുപേരും ഇരുന്നിട്ട് കേരള സമൂഹത്തോട് നടത്തുന്ന ഒരു ഉപദേശ പ്രസംഗമേ അല്ല. പക്ഷേ വളരെ ഇൻഡയറക്റ്റായി വേണമെങ്കിൽ ഒന്ന് റീതിങ്ക് ചെയ്തുകൊള്ളൂ ഈ വിഷയത്തിനെ കുറിച്ച് എന്ന് ആളോട് പറയുകയും അത് ആളുകളിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നതാണ് ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യം. മുൻകാല ചിത്രങ്ങൾ ഇപ്പോൾ നരസിംഹമായാലും അല്ലെങ്കിൽ ആറാം തമ്പുരാനായാലും അല്ലെങ്കിൽ വേറെ ഏത് സിനിമകളായാലും അതിലെ കഥാപാത്രങ്ങൾ ഈ മദ്യപിക്കുകയോ അല്ലെങ്കിൽ കുസൃതി കാണിക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഒരു ഫണ്ണിന് വേണ്ടിയിട്ടാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് വേറെ ആൾക്കാർക്ക് ഭയങ്കരമായ ദൂഷ്യങ്ങളൊന്നും ആ സിനിമയിൽ ഉണ്ടാകുന്നില്ല. ആ സിനിമയിലെ കഥാപാത്രവും മറ്റേ കഥയെ ലിഫ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സ്പിരിറ്റാണ് അത്. പക്ഷേ ഈ ചിത്രത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാൽ ഇതും അതുപോലെയാണ്. ഇതൊരു ഉപദേശ സിനിമ അല്ലെന്ന് പറയുന്ന സത്യമാണ്. കാരണം രഘുനന്ദൻ എന്ന കഥാപാത്രം പറയുന്നുണ്ട്, മണിയനെ ഞാൻ ഉപദേശിച്ചിട്ടില്ല, അയാളെ കൺഫ്യൂസ് ചെയ്യുന്ന ചോദ്യങ്ങൾ ഞാൻ ചോദിച്ച് കുഴക്കിയിട്ടില്ല, അയാളോട് കഴിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. പകരം അയാൾ അറിയാതെ അയാൾ എന്താണ് ചെയ്യുന്നതെന്ന് അയാൾക്ക് മനസ്സിലാക്കി കൊടുത്തു എന്ന് പറയുന്നത്. അപ്പോൾ പലർക്കും അറിയാൻ പാടില്ലാത്തൊരു കാര്യത്തെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചു എന്നേ ഉള്ളൂ. അത് വളരെയധികം ആലോചിച്ച് നമുക്ക് ഈ സൊസൈറ്റിയെ ഇങ്ങനെ കറക്റ്റ് ചെയ്യാമെന്നൊന്നും വിചാരിച്ചല്ല. ഒരു തോട്ടിൽ നിന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ പുറകിൽ ഒരു ഫണ്ണുണ്ട്. പിന്നെ നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ ശർക്കര തിന്നരുതെന്ന് പറഞ്ഞാൽ അത്ര നാൾ രഘുനന്ദൻ ശർക്കര തിന്നുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. അത് നിർത്തിയിട്ടാണ് അയാൾ ആ കാര്യത്തിലേക്ക് ഇറങ്ങുന്നത്. ഒരുപക്ഷെ അത് നിർത്തിക്കഴിഞ്ഞപ്പോഴായിരിക്കും അയാൾക്ക് സമൂഹത്തിനോട് അല്ലെങ്കിൽ ഞാൻ ചെയ്ത കാര്യങ്ങൾ, അദ്ദേഹം ഒരുപാട് വീമ്പ് പറയുന്നുണ്ട്, ഞാൻ 5 ഭാഷ സംസാരിക്കും, അതൊക്കെ ചെറിയ കാര്യങ്ങളാണ്. എന്നെ തിരുത്താൻ എനിക്കറിയില്ലെങ്കിൽ ബാക്കി ആൾക്കാരോട് എന്ത് പറഞ്ഞിട്ട് കാര്യം? അപ്പം ഇത് ഒരു സിനിമ വേറെ സിനിമയായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാൻ പാടില്ല. ഒരു കഥാപാത്രത്തെ വേറൊരു കഥാപാത്രമായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. മൂകനും ബദിരനുമായ ഒരു സൊസൈറ്റിക്ക് കൊടുക്കുന്ന ഒരു സന്ദേശം പോലെ വേണമെങ്കിൽ ആക്കിയിട്ട് അയാൾ പറയാണ് ഞാൻ ഇല്ല എന്ന് പറയുമ്പോൾ അവൻ കെട്ടിപ്പിടി, അത് അക്സെപ്റ്റ് ചെയ്യണം. അതൊരു അച്ഛനും മകനും എന്നുള്ള തോട്ടിനെക്കാട്ടിലും വലിയ ഒരു തോട്ടിലേക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാം. ഒരു ബ്ലൈൻഡ് സൊസൈറ്റിയോട് അയാൾക്ക് പറയാനുള്ളതാണ്. സിനിമയിലെ ഈ സമീർ എന്ന് പറയുന്ന കഥാപാത്രം മരിച്ചതിന് ശേഷം രഘുനന്ദന് വരുന്ന മനോമാറ്റം, ശരിക്കും സിനിമയോട് അടുത്ത് നിന്ന് ആ സിനിമ വീക്ഷിക്കുകയാണെങ്കിൽ പ്രേക്ഷകനും അങ്ങനെ ഒരു മീൻസ് മദ്യപിക്കുന്ന ആൾക്കാർക്കും ഒരു മനോമാറ്റം വരാം. അത്രമാത്രം മനസ്സിലേക്ക് ഇറങ്ങുന്ന സീക്വൻസുകളാണ്. അതേ തുടർന്ന് വരുന്ന ആ ഗാനവും അതിൻ്റെ മൂഡും അത് വല്ലാത്തൊരു മൂഡാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് രഞ്ജിത്ത് ആൻഡ് ക്രൂ എന്ന് പറയുന്ന സംഭവം അന്വർത്ഥമായിരിക്കുന്നത്. എന്താണ് പറയാനിരിക്കുന്നത് അനുഭവത്തിൽ നിന്ന്, ആ സമയത്തുള്ള അനുഭവത്തിൽ നിന്ന്? രഘുനന്ദൻ്റെ മാറ്റം എന്ന് പറയുന്നത് ആദ്യമായിട്ട് അയാൾ സൈലൻ്റ് ആയത് അയാളുടെ പ്രിയപ്പെട്ട ബാർ ടെൻഡറായ ജോൺസൺ പറയുന്നിടത്താണ്. അത് നമുക്കറിയാം, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ, നമ്മുടെ ഒരു ജീവനക്കാരൻ എന്നൊക്കെ പറയാവുന്ന തരത്തിൽ ഒരു ബാർ ടെൻഡറിന് അത്രയല്ലേ ഉള്ളൂ ഒരാളുടെ ജീവിതത്തിൽ സ്വാധീനം എന്ന് പറയുന്നത്. അയാൾ കൂടി പറഞ്ഞു തുടങ്ങുന്നു. അവിടെയാണ് അയാൾ കിട്ടുന്ന ആദ്യത്തെ ഷോക്ക്. പിന്നെ അദ്ദേഹം ബഹുമാനിക്കുന്ന പ്രായത്തിൽ മുതിർന്ന സുഹൃത്തായ മധുസാറിൻ്റെ കഥാപാത്രം പറയുന്നു. ആ രണ്ടിലും രഘുനന്ദൻ മാറിയിട്ടില്ല. പക്ഷെ എവിടെയോ അറിയാം അയാൾ പുസ്തകം വായിക്കുന്നത് കാണുന്നത് നമ്മൾ ആദ്യമായിട്ട്. അപ്പോൾ അയാൾ മദ്യപിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം ഇതിന് ഘട്ടം ഘട്ടമായ ഒരു
ഒരു മാറ്റമാണ് ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞാണ് സമീറിൻ്റെ. പിന്നെ സമീർ ഓഫർ ചെയ്യുന്ന ആ ഒരു ഡ്രിങ്കിലേക്ക് പുള്ളി ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല. പുള്ളി സമീറിനെ കുറിച്ച് കോൺഷ്യസ് ആണ്. നിനക്ക് കഴിക്കാൻ പറ്റുമോ എന്ന് ആദ്യമായി പുള്ളി ചോദിക്കുന്നു. അതിനു മുമ്പ് പുള്ളി പറഞ്ഞിട്ടുള്ളത് അവൻ കുടിക്കട്ടെ, അവൻ മതിയാകും വരെ കുടിക്കട്ടെ, എന്നിട്ട് അവൻ തോന്നുന്നത് എന്നാണ് അയാൾ ജോൺസണോട് പറഞ്ഞത്. പക്ഷെ ഈ സീനിലാണ് ആദ്യമായിട്ട് ചെയ്തത്, എടാ നിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടതാണോ, നീ കഴിക്കാൻ പാടുണ്ടോ പറ. പതിയെ പതിയെ തന്നെയാണ് ഈ മാറ്റം, അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് രഘുനന്ദൻ മദ്യപാനം നിർത്തി എന്നുള്ളതല്ലത്. പിന്നെ നമ്മൾ ആ സിനിമയിലും അങ്ങനെ ആ പീരീഡിനെ രഞ്ജിത്ത് വളരെ നമുക്ക് സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് പോലും അറിഞ്ഞുകൂടാതാണ് അതിനെ ആ സ്പേസിനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് ഒരാഴ്ചയായി കണ്ടിട്ട് എന്നാണ് പറയുന്നത്. ഒരു ഗ്ലാസ് വെള്ളം ചോദിക്കാൻ വേണ്ടി അയാൾ അപ്പോൾ ഒരാഴ്ചയോളം പുള്ളി അതിൽ നിന്ന് അതിന് ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടാവും. അതൊന്നും നമുക്ക് സിനിമയിൽ കാണിക്കാൻ പറ്റില്ല. പുള്ളിയുടെ വിഡ്രോവലോ കാര്യങ്ങളോ അയാൾക്ക് പറ്റാത്തതോ ഒക്കെ ആയിട്ടുള്ള ആ ഒരു വിങ്ങലുണ്ടാകാം. കാര്യം അത്രയും 25 വർഷമായിട്ട് അയാൾ എൻ്റെ പകൽപൂരങ്ങളായിരുന്നു എന്ന് പറയുന്നത്. രഘുനന്ദൻ എന്ന് പറയുന്ന കഥാപാത്രം ശരിക്കൊരു സൊസൈറ്റി ആയിട്ട് വേണമെങ്കിൽ വിചാരിക്കാം. മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന കഥാപാത്രങ്ങളെ ആകെ മാറ്റിയിട്ടുണ്ട്. അതിൽ ഒരല്പം ചിരിയുടെ ഒരു ഫ്ലേവർ തോന്നിയേക്കുന്നത് മധുസാറിൻ്റെ കഥാപാത്രത്തിൽ സമൂലമായ മാറ്റമാണ്. എന്താ പറയാതിരിക്കുന്നത്? തീർച്ചയായിട്ടും മധുസാറിന് എനിക്ക് വന്ന ഈ സിനിമ ചെയ്യുന്നതിൽ അദ്ദേഹത്തിന് വളരെയധികം സന്തോഷമായിരുന്നു. കാര്യം തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞു, ഞാൻ വളരെ കാലത്തിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു ഉടുപ്പെടുന്നത് അല്ലേ. അതും ഒരുപാട് പേരുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ തന്നെയാണ്. കറക്റ്റ്. അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ അല്ലേ. അദ്ദേഹം ഒരു മർച്ചന്റ് നേവിയിലെ ക്യാപ്റ്റനായിരുന്നു. പക്ഷെ കുറച്ച് തിരുവനന്തപുരം അല്ലേ സ്ലാങ്ങൊക്കെയാണ് പറയുന്നത്. മറ്റേ എന്നിട്ട് ഇയാളെ കളിയാക്കുന്ന സമയത്ത് അദ്ദേഹം ഭാര്യ എടുത്ത് പറയുന്നത് നീ അങ്ങനെയൊന്നും പറയരുതെന്ന്. അപ്പം അയാൾക്ക് ഒരു വാത്സല്യമുണ്ടായിരുന്നു രഘുനന്ദനോട്. കാര്യം അയാളൊരു ബ്രില്യൻ്റ് ആയിട്ടുള്ള മനുഷ്യനാണെന്ന് അദ്ദേഹം അക്സെപ്റ്റ് ചെയ്ത് ഉണ്ടായിരുന്നു. സാറിന് വളരെ രസകരമാണ്. മാത്രമല്ല ഇതിലെ വളരെ എന്താ പറയുക ഒരു ബ്ലാക്ക് ഹ്യൂമറാണ് വർക്ക് ചെയ്യുന്നത്. ആ പോലീസ് സ്റ്റേഷനായാലും ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഇതിൽ ബിനീഷ് കൊടിയേരി എവിടെ എന്ന് ചോദിക്കുന്നത് ഭയങ്കര രസകരമായ ഒരു തമാശയാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഈ ക്രിക്കറ്റിനെ പറ്റിയും കാര്യങ്ങളും അറിയാം, പ്രസന്റ് കാര്യങ്ങളും ഒക്കെ അറിയാം. അദ്ദേഹത്തിന്റെ ലോകമാണ് ആ ബാർ എന്ന് പറയുന്നത്. അയാളെ വീണ്ടും നമ്മൾ കാണിച്ചിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ. ചെറിയ ചെറിയ കാര്യങ്ങൾ, കഥകളി ആശാനുമായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെയാണ്. അപ്പോൾ ആ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ വലിയ വലിയ കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഹ്യൂമർ അങ്ങനെയാണല്ലോ, ഒരു ഫുൾ ഹ്യൂമർ സിനിമ അല്ല. വളരെ സിനിമയുടെ ഇടയിൽ വളരെ ചെറിയ കാര്യങ്ങൾ ഭംഗിയായി അവതരിപ്പിക്കുമ്പോഴാണ് സിനിമയിലെ ഹ്യൂമറിന് വലിയ വലിപ്പം വരുന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ എടുത്തു പറഞ്ഞത് കേരളത്തിലെ ബുദ്ധിജീവികൾ ആരും പൊളിച്ചിട്ടില്ല. ഇതിന് കാരണം അത്രമാത്രം ആരോഗ്യമില്ലാത്തവരാണ് എന്നുള്ളതാണ്. അല്ല, അതൊരു ഫിസിക്കൽ ആരോഗ്യം, ഒരു ഭൗതികമായ വാതിൽ മാത്രമല്ല എന്നുള്ളതാണ് എനിക്ക് കിട്ടുന്ന ഇപ്പോഴത്തെ കമന്റുകൾ. ആ സിനിമ വളരെ ശ്രദ്ധിച്ചാലേ കാണാൻ. രഘുനന്ദൻ വാതിൽ തുറന്ന് കയറുമ്പോൾ പെട്ടെന്ന് ശ്രീരാമൻ ആണ് വർത്താനം പറയുന്നെങ്കിലും അപ്പുറത്തിരിക്കുന്ന ആളുകൾ ചെറിയ കാര്യങ്ങളുണ്ട്. ഇറസ്പോൺസിബിൾ, എവിടെയായിരുന്നു, അങ്ങനെയൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റേ പുള്ളിക്കാരെ ഞങ്ങൾ വരുന്ന സമയത്ത് നീ എവിടെ ആയിരുന്നു, ഞങ്ങൾ ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യണ്ടേ. ബൗദ്ധികമായ തലത്തിൽ തന്നെ കേരളത്തിലെ ബുദ്ധിജീവികൾ ഇപ്പോഴും വാതിലുകൾ ചവിട്ടി ഭേദിക്കാൻ പ്രാപ്തിയില്ലാത്തവരാണ് എന്ന് പറയുന്ന മറ്റൊരു സ്ഥലത്തിനകത്ത് വിലയിരുത്തപ്പെടുന്നുണ്ട്. സിനിമ ശരിക്കും പൊതുജനത്തെ സ്വാധീനിക്കുന്നുണ്ടല്ലോ, സ്വാധീനിക്കുന്നില്ലേ? തീർച്ചയായും ഉണ്ടാവണമല്ലോ. ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തങ്ങളാണ് എനിക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങൾ കിട്ടുന്ന പല ഫോൺ കോളുകളും. പലപ്പോഴും ഈ നായകൻ അല്ലെങ്കിൽ ഹീറോയിസം മദ്യപാനവും തമ്മിൽ ചേർത്ത് വെച്ച ചില രീതികൾ, അതുകൊണ്ട് തന്നെ മദ്യപിച്ചില്ലെങ്കിൽ ഹീറോ അല്ല എന്നുള്ള ചിന്താഗതി യൂത്തിന് ഉണ്ടായിട്ടുമുണ്ട്. ശരിവെക്കുന്നോ? അതിനൊക്കെ തുടക്കം മദ്യപാനത്തിൽ മാത്രം ഫോക്കസ് സംസാരിക്കാൻ പറ്റില്ല. കേരളം ആദ്യമായി തുടങ്ങിയത് മീശ വെക്കലില്ല, പിന്നെ മുടി വളർത്തലായി. എമോന്തിൻ്റെ നോവൽ തന്നെ വന്നു, കൂട്ടം തെറ്റി മെയ്യുന്നവർ, മുടി വളർത്തുന്ന നായകനേത്. ഇന്നതൊരു വിഷയമല്ല, ആണോ? മീശ വെക്കുന്നത് വിഷയമല്ല. പിന്നീട് സിഗരറ്റ് വലിയായി, കഞ്ചാവ് ഉപയോഗിച്ചിരുന്നു കേരളത്തിലെ സമൂഹം. മദ്യപാനം ഒരു വലിയ ഇതായി ഇന്ന് ആഘോഷിക്കുന്നുണ്ട്. ചിലപ്പോൾ ഇതിനെ മറികടന്ന് പോകും. ഇതിൽ കേരള ജനത മുങ്ങി ചത്തുപോകും. അത് എല്ലാ സിനിമയിലും അങ്ങനെയല്ലേ. സിനിമ മാത്രമല്ലല്ലോ, ഹിപ്പിസം മറ്റേത് കാര്യങ്ങളെ അതിൻ്റെ റിഫ്ലക്ഷനാണ്. ഇത് കുറച്ച് നാളെ ജീവിക്കുള്ളൂ. ആ ജീവിതത്തിനിടയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ചിലർ ശ്രമിക്കും. സർവൈവേഴ്സ്. അതെ. പിന്നെ
രഘുനന്ദൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിൻ്റെ സിനിമയെക്കുറിച്ച് പറയുന്ന ആൾക്കാർ പറയുന്ന ചില കമൻറ്റുകളുണ്ട്. ചില വലിയ വിമർശകന്മാരൊക്കെ പറഞ്ഞു ഫസ്റ്റ് ഹാഫ് നന്നായിരുന്നു, സെക്കൻഡ് ഹാഫിൽ എത്തിയപ്പോൾ ഇതൊരു വലിയ വിമർശകരല്ല, ഭയങ്കര ഒരു നിലവാരം കുറഞ്ഞ കമൻറ്റാണ് സിനിമയെക്കുറിച്ച് പറയുന്നത്. കാരണം ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ രഘുനന്ദൻ ഒരു തെളിഞ്ഞ വെള്ളത്തിൽ നീന്തുകയാണ്, പ്രേക്ഷകരും അവനൊപ്പം നീന്തുകയാണ്. രഘുനന്ദൻ ഓരോ ഡ്രിങ്ക് ഒഴിക്കുമ്പോൾ ഹാ ഹാ എന്ന് പറഞ്ഞിട്ട് പ്രേക്ഷകർ നിൽക്കുകയാണ്. ഒരു പോയിന്റ് ഞങ്ങൾ തിരിച്ചു നീന്താൻ തുടങ്ങുന്നു. പക്ഷേ ഈ സിനിമ വിജയമായ പോയിന്റ് എവിടെയാണെന്ന് വെച്ചാൽ രഘുനന്ദൻ കയ്യിൽ നിന്ന് ഗ്ലാസ് ഇടുമ്പോൾ പ്രേക്ഷകർ കൈയടിച്ചു എന്നുള്ളത്. ഇതൊരു ഫിക്ഷനാണ്, തീർച്ചയായും ഫിക്ഷനാണ്. പക്ഷെ ഫിക്ഷൻ്റെ പരിമിതികൾ ഭേദിച്ച് ഇതിനൊരു ഡോക്യു ഫിക്ഷനിലേക്ക് കൊണ്ടുപോയതാണ് നമ്മൾ ഒരു പോയിന്റിൽ. അതാണ് ഈ കാൻഡിഡ് ക്യാമ്പ് ഷൂട്ട് എന്നൊക്കെ പറയുന്നത് ഡോക്യു ഫിക്ഷനിലേക്കാണ് കൊണ്ടുപോകുന്നത്. കാരണം യാഥാർത്ഥ്യത്തിനോട് അടുത്ത് നിൽക്കാൻ ഡോക്യു ഫിക്ഷൻ സിനിമയിൽ ഉപയോഗിക്കാവുന്ന രീതി തന്നെയാണ് ഉപയോഗിച്ചിട്ടുണ്ട് ആളുകൾ. അവർ കഥ ഇങ്ങനെ അലസമായിരുന്ന് ഒരു കഥ കേട്ട് പൂർത്തിയായി ഒടുവിൽ ശുഭം എന്ന കാർഡ് കഴിഞ്ഞിട്ട് പ്രേക്ഷകന് ഇറങ്ങി പോകാൻ പാടില്ല ഈ തിയേറ്ററിൽ നിന്ന് എന്നുള്ള വ്യക്തമായ തീരുമാനം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു സെക്കൻഡ് ഹാഫ് തൊട്ട് നമ്മൾ ഇതിനൊരു ഡോക്യു ഫിക്ഷനായി ട്രീറ്റ് ചെയ്തത്. ഇപ്പോഴും എനിക്ക് മനസ്സിലാകാത്ത ഈ വിമർശകരോ അല്ലെങ്കിൽ സിനിമയിലുള്ള ആൾക്കാർ, സിനിമ കാണുന്നവരൊക്കെ പറയുന്നു ഇതിനൊരു ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് എന്നൊരു ഇല്ല. അതാണ് ബേസിക്കലി ഇത് ഇൻ്റർവെല്ലിന് അവിടെ കാപ്പി വയ്ക്കാനും അല്ലെങ്കിൽ ബാക്കിയുള്ള ടോയ്ലറ്റ് പോകാനോ 2 മണിക്കൂർ 4 മിനിറ്റ് നമ്മുടെ സിനിമ 19 മിനിറ്റ്. അതെ, അതിൻ്റെ ഇടയിൽ ഒരു ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് ഒരിക്കലും ഉണ്ടാവില്ല. ആ സിനിമ കണ്ടിന്യൂസ് ആയിട്ട് ഇൻ്റർവെൽ എന്നൊരു കാർഡ് ഇടാതെ പോയി കഴിഞ്ഞാൽ അവരെവിടാണ് ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയാൻ പോകുന്നത്? അല്ലെങ്കിൽ ഒരു പുസ്തകത്തിന് ഇടവേള, ഇതൊരു സിസ്റ്റമായിപ്പോയി. വേറെ ഇംഗ്ലീഷ് സിനിമകൾക്കൊന്നും ഞാൻ കണ്ടിട്ടില്ല. നമ്മളെ ഒരുപാട് രാജ്യങ്ങളിൽ പോയി സിനിമ കണ്ടിട്ടുണ്ട്. അവിടെ ഇതിൻ്റെ ഇടയ്ക്ക് ഈ ടോയ്ലറ്റിൽ പോകാനും 2 മണിക്കൂറിനുള്ളിൽ ടോയ്ലറ്റിൽ പോകാതിരിക്കാൻ എല്ലാവർക്കും പറ്റും, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് വരണം. ഇത് ഒരു വേറെ വ്യവസായം ഇതിൻ്റെ പാരലായിട്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്കിപ്പോഴും എൻ്റെ സിനിമകൾ ഒരിക്കലും ഇൻ്റർവെൽ ഉണ്ടാവില്ല എന്ന് പ്രാർത്ഥിക്കുന്ന ആളാണ്. വിമർശകരുടെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു കാലത്ത് ലാലേട്ടന് നേരെ വന്ന പ്രധാന വിമർശന മുന എന്ന് പറയുന്നത് അമാനുഷിക കഥാപാത്രങ്ങൾ ചെയ്യുന്നു, അതുകൊണ്ട് തന്നെ ഒരുപാട് കഴിവുള്ള ഒരു നടൻ്റെ കഴിവ് വേണ്ട വിധം ഉപയോഗിക്കപ്പെടുന്നില്ല എന്നുള്ളൊരു സംഭവമായിരുന്നു. പക്ഷേ പ്രണയം മുതൽ ലാലേട്ടൻ്റെ പുതിയൊരു മുഖം വരുന്നു, ഗ്രാൻഡ് മാസ്റ്റർ, ദേദാ സ്പിരിറ്റിൽ. ഇത് തന്നെയാണോ ലാലേട്ടൻ്റെ ഇനിയുള്ള സിനിമ വീക്ഷണം? അങ്ങനെയൊന്നും ഞാനും പറയുന്നില്ല. ഇതിപ്പം വളരെ എത്ര പേർക്ക് ഒരു പ്രണയം ഉണ്ടാക്കാൻ പറ്റും, എത്ര പേർക്ക് സ്പിരിറ്റ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ നല്ല സിനിമകൾ ചെയ്യാനുള്ള പ്രേരണ എനിക്ക് എന്നെക്കാളും കൂടുതൽ ഈ സിനിമ കണ്ടിട്ട് ഈ യങ്ങർ ജനറേഷൻ ഉണ്ടാകണം. അതേപോലെ തന്നെ ഫിലിം മേക്കേഴ്സ്, അതാണ് ഫിലിം മേക്കേഴ്സിനാണ് ഞാൻ പറയുന്നത്. ലാൽ എന്ന് പറയുന്ന നടനാവട്ടെ, മമ്മൂട്ടി ആവട്ടെ, ഇവരാരും തന്നെ ഇവരൊരു കഥ സംവിധായകരോട് പറഞ്ഞിട്ട് ഇത് എന്നെ വെച്ച് ചെയ്യുന്നല്ലോ പറയുന്നത്. അല്ല ഞാനൊരു തിരക്കഥ നിങ്ങളത് ഷൂട്ട് ചെയ്യുക എന്നല്ലല്ലോ പറയുന്നത്. ഒരാളുകളുടെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അതിലേക്ക് ചെല്ലുക. എപ്പോഴും പൂർണ്ണമായ തിരക്കഥയൊന്നും ഇവർക്ക് ലഭിക്കാറൊന്നുമില്ല. ഞാൻ പറഞ്ഞത് മാറ്റം ഉണ്ടാവേണ്ടത് നടൻ്റെ കാര്യങ്ങളൊന്നും. നടൻ മാറേണ്ടതൊന്നുമില്ല. നടൻ നീ തരുന്ന ഏത് വെല്ലുവിളിയും സ്വീകരിക്കാൻ ഞാനിവിടെ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തി നിൽക്കുകയാണെങ്കിൽ മാറേണ്ടത് ഫിലിം മേക്കറാണ്, റൈറ്ററാണ്. ഒരുമിച്ച് ജയിലിൽ നിന്ന് പുറത്തിറങ്ങി